എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് 2 ഇൻക്രിമെൻറ്റ് കുറച്ചാൽ മതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത്ര ലാഘവത്തോടുകൂടി കാണുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ജനങ്ങളുടെ രോഷം ഉയർന്നു കഴിഞ്ഞപ്പോൾ അത് പോരാ, ശിക്ഷ കൂട്ടണം എന്ന് പറയുന്നതോ? അപ്പോൾ ജനങ്ങളുടെ രോഷം ഉണ്ടാകുന്നില്ലെങ്കിൽ, ജനങ്ങൾക്ക് വികാരം ഉണ്ടാകുന്നില്ലെങ്കിൽ യാതൊരു നീതിബോധവും ഭരിക്കുന്നവർക്ക് ഉണ്ടാകുന്നില്ല എന്നാണോ കാണേണ്ടത്? ജനങ്ങളുടെ വികാരത്തിനനുസരിച്ചാണോ നീതിബോധം ഉയരേണ്ടത്? അല്ല. നീതിബോധം വികാരത്തിൻ്റെ ഭാഗമായി വരുന്നതല്ല, അത് നീതിയുടെ ചിന്തയിൽ നിന്ന് തന്നെ വരേണ്ടതാണ്. അത്തരം ഒരു ചിന്താഗതി നമ്മുടെ ഭരിക്കുന്നവർക്കും നമ്മുടെ നിയമ വാഴ്ച നടത്തുന്നവർക്കും അതോടൊപ്പം കോടതികൾക്ക് പോലും ഉണ്ടോ എന്ന സംശയമാണ് നമുക്കിപ്പോൾ ഉണ്ടാകുന്നത്. ഓരോ ജാമ്യങ്ങളും ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് വിധികൾ തുടരെ വരുമ്പോഴും നമുക്ക് സംശയം ഉണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട CC ദൃശ്യങ്ങളെല്ലാം 3 മാസത്തിലൊരിക്കൽ നോക്കി കാണേണ്ട ന്യായാധിപൻ ഉൾപ്പെട്ട ഒരു 3 കമ്മിറ്റിയിലാണ് നമ്മൾ ഈ കണ്ട വീഴ്ച കാണുന്നത്. അത് സമയാസമയങ്ങളിൽ പുറത്ത് കൊണ്ടുവന്നിരുന്നുവെങ്കിലോ? ഇല്ലേ? ഇനി 2.5 കൊല്ലം എടുക്കേണ്ടി വരുന്നു ഒരു RTI അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കോപ്പി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. 2020 സുപ്രീം കോടതി കൊണ്ടുവന്ന ഒന്ന്, RTI ആക്ട് പ്രകാരം കൊടുക്കേണ്ട ഒന്ന്, അത് പൗരൻ്റെ എന്താണ് പറയുക, സീക്രസി, പ്രൈവസിയെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാതിരിക്കുക പരമാവധി. എന്ത് പ്രൈവസിയാണ്? പോലീസ് സ്റ്റേഷൻ എന്നൊരു പബ്ലിക്കാണ്, ഒരു പബ്ലിക് സർവീസാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അവിടേക്ക് ആര് വരാം, ആരും എല്ലാം പോകാം. ആ CCTV ദൃശ്യങ്ങൾ ചോദിച്ചാൽ അത് RTI ആക്ട് പ്രകാരം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കുറ്റം ഉണ്ടാകുന്നത്? അതാണ് കമ്മീഷണറും പറഞ്ഞത്. അതിനുശേഷമാണ് ഈ 2 പേർക്കും കിട്ടുന്നത്. അപ്പോൾ കാലം എത്ര കഴിഞ്ഞു? 2-2.5 കൊല്ലം. 18 മാസം ഇത് സൂക്ഷിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ നിയമ പ്രശ്നങ്ങൾ ഉയർന്നു കഴിഞ്ഞാലോ, അതോ ഞങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞത് പറഞ്ഞു പോയാൽ എന്ത് പറ്റും? 18 മാസം 1.5 വർഷം ഞങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യമുള്ളൂ, ഇപ്പോൾ അതാ 2-2.5 വർഷത്തോളമായി എന്ന് പറഞ്ഞാലോ? അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനാണ് ഈ 3 മാസം കൂടുമ്പോൾ ഇതെല്ലാം പരിശോധിക്കണമെന്ന് പറയുന്നത്.